കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഓണസദ്യ ഒരുക്കി ഡിവൈഎഫ്ഐ. തുടർച്ചയായി 17ാം വർഷമാണ് ഡിവൈഎഫ്ഐ മെഡിക്കൽ കോളേജിൽ ഓണസദ്യ ഒരുക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഓണസദ്യ നടക്കുകയാണ്. ഈ പ്രത്യേകത എന്ന് പറയുന്നത് 17ാമത്തെ വർഷമാണ് തുടർച്ചയായി ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി എല്ലാ ദിവസവും പൊതിച്ചോറ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പൊതിച്ചോറുകൾ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഓണനാളുകളായതുകൊണ്ട് തന്നെ ഓണസദ്യ തന്നെയാണ് ഡിവൈഎഫ്ഐ ഒരുക്കിയിരിക്കുന്നത്. ഈ ഓണസദ്യ ഇന്ന് ഉദ്ഘാടനം ചെയ്തത് CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷാണ്. അദ്ദേഹം കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഡിവൈഎഫ്ഐയുടെ 17ാമത്തെ വർഷമാണ് അല്ലേ? 17ാമത്തെ വർഷമാണ് ഇപ്പോൾ ഈ ഓണസദ്യയിലേക്ക് പോകുന്നത്. തുടർച്ചയായി ഡിവൈഎഫ്ഐ കളമശ്ശേരിയിലും കേരളത്തിലെ എല്ലായിടത്തും ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടിയിട്ടുള്ള പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട്. അതിപ്പോൾ പൊതുസമൂഹം ആകമാനം ഏറ്റെടുത്ത വലിയ ക്യാമ്പയിനായി ഇതിനകത്ത് തന്നെ മാറിക്കഴിഞ്ഞിട്ടുള്ളതാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്കാണ് ഓരോ ദിവസവും ഭക്ഷണം കൊടുക്കുന്നത്. ഏറ്റവും ബൃഹത്തായ ഒരു വിപുലമായ പരിപാടി. അപ്പോൾ ഓണം ഇതുപോലെയുള്ള ഫെസ്റ്റിവൽ സമയം വരുമ്പോൾ ആ ഓണത്തിൻ്റെ ആഘോഷം ആശുപത്രിയിലാണെങ്കിലും അവർക്കും ലഭ്യമാകണം എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനെ വിപുലമായ ഓണസദ്യ ഉൾപ്പെടെ ഒരുക്കിയിട്ടുള്ളത്. വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ഇത് അർഹരായ ആളുകളുടെ കയ്യിൽ തന്നെ എത്തിക്കുന്ന സംഘടനയാണ്. അത് വേറെ തെറ്റായൊന്നും ചെയ്യുന്ന സംഘടനയല്ല. അങ്ങനെ ചെയ്യുമെന്നൊരു ഉറപ്പ് ഓരോ വീട്ടുകാർക്കും ഉണ്ട്. അതിൻ്റെ കൂടി പ്രതിഫലനമാണ് ഈ രൂപത്തിൽ നമുക്കത് നിർവഹിക്കാൻ കഴിഞ്ഞത്. എല്ലാവർക്കും ഓണാശംസകളും അറിയിക്കുകയാണ്. തീർച്ചയായും ഈ ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ കൂടി ചേരുകയാണ്. എങ്ങനെയാണ് ഡിവൈഎഫ്ഐ ഈ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഓണസദ്യ ഒരുക്കാണ്? പല സമയത്തും ഡിവൈഎഫ്ഐക്കെതിരെ ആക്ഷേപമടക്കം ഉന്നയിച്ചു. നടത്തുന്ന സംഘടനാ പ്രവർത്തനം ഇങ്ങനെ പൊതിച്ചോറ് വിതരണം എന്നൊക്കെ ആക്ഷേപിക്കുന്ന സാഹചര്യം വരെ പലയിടത്തും ഉണ്ടായി. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് അവരോടൊക്കെ ഒരു മറുപടി കൂടിയാണ്? ഇത് ആർക്കുമുള്ള മറുപടിയല്ല. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് ഡിവൈഎഫ്ഐ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു മുടക്കവും കൂടാതെ തുടർച്ചയായി ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജനങ്ങളോടൊപ്പം ജനങ്ങൾക്കിടയിൽ തുടർന്നും പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോറ് വിതരണം അല്ലെങ്കിൽ ഓണസദ്യ അത് വരും വർഷങ്ങളിലും തുടരും എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭാരവാഹികളും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കാഴ്ച തന്നെ നമുക്ക് കാണാം. നിരവധി പേർ ഓണസദ്യ ഉണ്ണുകയാണ്. അവർക്ക് പലരും രോഗികളുടെ കൂട്ടിരിപ്പുകാരുമായൊക്കെ എത്തിയവരാണ് ഇവിടെ. അവർക്ക് ഈ ദിവസവും ഓണസദ്യ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്നത്. എന്താണ് ഓണസദ്യ? സന്തോഷമാണോ? സന്തോഷം. ആശുപത്രിയിലെത്തുമ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ അല്ലേ പുറത്തു പോകേണ്ട അവസ്ഥ വന്നില്ല? ഇവിടെ സൗജന്യമായിട്ടല്ലേ? അതെ, നല്ല ഭക്ഷണം കിട്ടി, സന്തോഷമായി. തീർച്ചയായിട്ടും ഓണസദ്യ സന്തോഷമാണോ? സന്തോഷം. നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. അവരോട് നന്ദി പറഞ്ഞാൽ തീരില്ല. ഒരാൾക്കും എല്ലാവർക്കും ഇത് മാതൃകയാണ്, അത്രമാത്രം പറയാനുണ്ട്. തീർച്ചയായിട്ടും അതാണ്, എല്ലാവർക്കും മാതൃകയാണെന്നാണ് ഭക്ഷണം കഴിക്കാനെത്തിയവരും സാക്ഷ്യപ്പെടുത്തുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ PK സജീവനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.